IPL പറ്റി പറയുമ്പോൾ മീൻസ് ഹോൾ IPL മൊത്തത്തിൽ എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യമാണ് RCB. അതുപോലെ തന്നെയാണ് പറയാൻ പറ്റുന്ന RCBയുടെ ഫാൻ ബേസ്. ഇത്രയ്ക്കൊരു ലോയൽ ഫാൻ ബേസ് വേറൊരു ടീമിനെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മീൻസ് ഇത്ര കൊല്ലമായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് പരാജയപ്പെട്ടും നാണം കെട്ടും എത്രയൊക്കെ നാണം കെട്ട് തോറ്റിട്ടുണ്ടെങ്കിലും സ്വന്തം ടീമിന് RCB എന്നുള്ള ഒരു വികാരത്തിൽ പിടിച്ചു നിൽക്കുന്ന അത്രയ്ക്ക് മീൻസ് ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ള ടീമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ടീമാണ്. പക്ഷെ ഒരു തരി പോലും കുറയാതെ എത്ര മോശമായാലും ആ പ്രതീക്ഷ വെച്ചിട്ട് അതും ഒരാളാണ് മെയിൻ കാരണം. വിരാട് കോഹ്ലി എന്നുള്ള വിരാട് കോഹ്ലിക്ക് RCBയോടുള്ള കമ്മിറ്റ്മെന്റും അപ്പോൾ ആൾക്ക് ഫാൻസിന്റെ ടീമിനുള്ള കമ്മിറ്റ്മെന്റും വളരെയധികമാണ്. IPL തുടങ്ങിയ കാലം തൊട്ട് IPL തന്നെ പറയണതാണ് ഏറ്റവും ബെസ്റ്റ് ടീം സ്ട്രൈക്ക് വെച്ച് നോക്കുമ്പോ ബെസ്റ്റ് ടീം എന്ന് പറയാൻ കാരണം ബെസ്റ്റ് സ്പോൺസേഴ്സ് ബെസ്റ്റ് എല്ലാ ഏറ്റവും കൂടുതൽ ഫണ്ട് ഇറങ്ങുന്നത് സത്യം പറഞ്ഞാൽ അതായത് ഫണ്ട് ഇറങ്ങി എലിപ്പുള്ള ടീം RCB ആണ്. എന്താ വെച്ചാൽ ഒരു യൂറോപ്യൻ ഫണ്ടർ എത്രാണ് ഇന്ത്യക്കാരനാണെന്ന് ലിമിറ്റ് ഉണ്ടല്ലോ, ക്യാപ്പിംഗ് ഉണ്ടല്ലോ. ശരി, പക്ഷെ അതിനനുസരിച്ച് ടീമിനെടുക്കാനുള്ള ആൾക്കാരുണ്ടാവണ്ടേ. ഫാൻസ് വിചാരിച്ചു ടീം എടുക്കാൻ പറ്റില്ലല്ലോ. വിരാട് കോഹ്ലി, ഡുപ്ലസിസ്, ഡിവിലിയേഴ്സ്, ഗെയിലി അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്നിട്ടും ആയിരുന്ന ടീം ഭാഗ്യക്കേടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ട് ഒരു ടീമിനെ ഒരു വട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫൈനലിൽ വരെ എത്തിയിട്ട് കൊൽക്കട്ട ആയിട്ട് പൊട്ടിപ്പോയത് അത് ഫസ്റ്റ് അല്ല. അതല്ല, അത് കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെ തന്നെ വന്നിട്ടുണ്ടായില്ലോ. ലാസ്റ്റ് മറ്റേ പെനാൽറ്റി ഷൂട്ടൗട്ട് തോറ്റത് CK വിനീതൊക്കെ പകുതിയിൽ വന്നിട്ടുള്ളൊരു കൊല്ലം. അതുപോലെ തന്നെയാണ് ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യം ഒരിക്കലും കൂടെ നിൽക്കണില്ല എന്നുള്ളതാണ് സത്യം. ഏറ്റവും കൂടുതൽ IPLന്റെ അതായത് കപ്പില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഫൈനൽ കളിച്ച ടീം അല്ലെങ്കിൽ ഫാക്ടറാണ് മുക്കാൽ ഫാൻ ബേസ്. അതെ, ഞാൻ പറയാ ഇപ്പൊ ഏതൊരു ഫാൻ ആയാലും IPL തുടങ്ങിയ കാലം തൊട്ട് ഒരാൾക്കുള്ള ആഗ്രഹമാണ് RCB കപ്പടിച്ചാണ്. വിരാട് കോഹ്ലി ഇപ്പൊ മാറിയല്ലോ. വിരാട് കോഹ്ലിക്ക് നമുക്ക് ഇന്ത്യക്കാർക്കുള്ള ഒരു ഇമേജ് മുമ്പ് വേറെയായിരുന്നു, ഒരു അഹങ്കാരി. ഇപ്പൊ പക്ഷെ മാറി, ആ ഒരു ഇമേജ് മാറിയപ്പോ നമുക്കൊരു വിഷമുണ്ട്. അയാൾക്കൊരു ഇവനൊരു കപ്പ് കിട്ടിയിരുന്നെങ്കിൽ പഴയ അഗ്രസീവ് വിരാട് കോഹ്ലിനെ ഇപ്പൊ കാണാനുള്ള മൊത്തത്തില് കാമായി കാമായിട്ടാണ് ലൈക്ക് അതായത് അഗ്രഷൻ കാണിച്ചിട്ടുള്ളപ്പൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുള്ള. അതായത് ആളുടെ കളികളിലൊക്കെ അഗ്രഷൻ വന്നിട്ടുള്ള, ക്യാപ്റ്റൻസിയിൽ നിൽക്കുമ്പോ അഗ്രഷൻ വന്നിട്ടുള്ള പല കളികളും ലാസ്റ്റ് കൊണ്ടായിട്ട് പുള്ളിക്കാരൻ തന്നെ ഡക്കാവേ അല്ലെങ്കിൽ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അഗ്രസീവായിട്ട്, മനസ്സിലായോ? അതുകൊണ്ടാണ്. പിന്നെ ഇപ്പൊ നോക്ക്, ആളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എന്താ പറയാ ബാറ്റിംഗ് സ്റ്റൈലാണ് കവർ ഡ്രൈവ്. അതന്നെ ആൾക്ക് പണി തുടങ്ങി. അതായത് പല ഭാഗത്തും ആൾക്ക് നല്ല പണി കിട്ടി തുടങ്ങി. അതായത് ഈ അടുത്ത് വേൾഡ് കപ്പിൽ തന്നെ മിക്കതിലും കവർ ഡ്രൈവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സമയം എല്ലാ ടീമിനും ഒരു സമയം വരും. അതിന് വേണ്ടിട്ട് ഇപ്പോഴും RCB ഫാൻസ് എന്നുള്ള രീതിയിൽ അവരെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ട് സാധനമായിരുന്നു. ഒന്ന് ഓൺ സൈഡ് ഫ്ലിക്ക് 6 അടിക്കുന്നതും പിന്നെ കവർ ഡ്രൈവ്. ഇത് രണ്ടുമായിരുന്നു മാസ്റ്റർ പീസുകള്. പക്ഷെ ഇപ്പൊ രണ്ടും കണ്ടിട്ട് കാലം കുറെ വരയ്ക്കുന്നു കണ്ടിട്ട്. പക്ഷെ എന്നാലും RCBയുടെ ഫാൻ ബേസ് അവരുടെ അത് ഇപ്പോഴത്തെ കാലത്ത് ലോയൽറ്റി കമ്മിറ്റ്മെന്റ് അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടതാണത്. മീൻസ് കേരള ബ്ലാസ്റ്റേഴ്സും അതെ, മീൻസ് RCBയും കേരള ബ്ലാസ്റ്റേഴ്സ്. പക്ഷെ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ഒരു പ്രശ്നമുണ്ട്. അതായത് ഫസ്റ്റത്തെ ലീഗ് തുടങ്ങി ഒരു ലാസ്റ്റ് ആയി പൊട്ടാറായി പിന്നെ സ്റ്റേഡിയം കാലിയാണ്. അവരുടെ ടിക്കറ്റിന്റെ വില കുറയ്ക്കുക എല്ലാം കുറയ്ക്കും. അവർ പിന്നത്തെ വല്ലാണ് പുതിയ ടീമിനെ കാണാൻ വേണ്ടിട്ട് വീണ്ടും കയറിയതല്ലേ. പക്ഷെ RCB ഫാൻസിന് ഒരു ഗുണമുണ്ട്. അതായത് 9ാമത്തെ ലെവലിൽ എടുക്കുകയാണെങ്കിലും സ്റ്റേഡിയം ഫുൾ ആയിരിക്കും കളി കാണാൻ വേണ്ടിട്ട്. ഇത്ര കൊല്ലമായിട്ട് എത്ര കളിയാക്കലും ടീമിന് ഒരു ടീമിനെ സപ്പോർട്ട് നമ്മുടെ നാട്ടിലെ ഇപ്പൊ RCB സപ്പോർട്ട് ചെയ്യാൻ ഫസ്റ്റ് നമുക്ക് പുച്ഛവും പരിഹാസമായിരിക്കും. പക്ഷെ അതൊക്കെ ഇത്രയും കൊല്ലമായിട്ട് ഒരു കേട്ടൊന്നും വിട്ടു കൊടുക്കണില്ല. ഒരു RCBനെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ അതൊരു വല്ലാത്ത ടീം തരണം. അതായത് ബാക്കിയുള്ളവരും ഇപ്പൊ പേജ് വൈസും അവരുടെ ക്യാരക്ടർ വൈസും ആൾക്കാർ കളിക്കണ ആൾക്കാരുടെ വൈസും നോക്കുമ്പോ ഒരു ഫൺ ടീം പോലെയാണ് തോന്നുന്നത്. അവരുടെ ഫുൾ അതായത് മൊത്തത്തിൽ ഇപ്പൊ എന്താ കാരണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പൊ CSKയുടെ ഇതില് കുറെയൊക്കെ ഭയങ്കരമായിട്ട് സീനിയർ പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ ആ ഫോട്ടോസ് വീഡിയോസ് എല്ലാം കാണുമ്പോൾ സാധാരണ ഫാൻസ് അല്ലെങ്കിൽ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം പോണ പോലെ തോന്നാം. പക്ഷേ CSK ഇപ്പൊ നമ്മള്
IPL പറ്റിയാണ് പറയണെങ്കിലും അതിന്റെ ഉള്ളിൽ കൂടെ പറയണ, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഈ RCBയുടെയും മാത്രം പേജിലാണ് കേട്ടോ മൊത്തം ചിരിയും കളിയും കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഫാൻസിനൊക്കെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഒരു സമയത്ത് ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു, ചാഹലും മറ്റേ കോഹ്ലിയും പിന്നെ ഡിവിലിയേഴ്സും കൂടെ ഒരുമിച്ചുള്ളൊരു ആഡും കുറെ സാധനങ്ങളൊക്കെ. അതായത് മൊത്തത്തിൽ പിന്നെ ക്രിസ് ഗെയില്, നമുക്ക് കുറെ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ എവിടേക്കോ ഒരു പേസ് മിസ്സായി, ആ കളി പോകുന്നതാണ്. എന്റർടൈനിങ് പ്ലെയർ ഇപ്പൊ അഗ്രസീവ് ആയിട്ടുള്ള പ്ലേയിങ് സ്റ്റൈൽ ആണെങ്കിലും അയ്യോ അതായത് ഒരു മെയിൻ, അതായത് IPLന്റെ വളർച്ചയിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ടീം തന്നെയാണ് RCB. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഇത് വന്നിട്ടുണ്ടെങ്കിലും ഓപ്പണിംഗ് മാച്ച് RCB വരുമ്പോഴുള്ള ഒരു ഹൈപ്പ് വേറൊരു ലെവലാണ്, CSK വരുമ്പോഴുള്ള ഹൈപ്പും വേറൊരു ലെവലാണ്. പക്ഷെ RCB എന്നുള്ള ടീം പ്രത്യേകിച്ച്, അതായത് ഒരു മെയിനായിട്ട് ചിലപ്പോൾ പറയാ, അതായത് എടുത്ത് പറയുമ്പോൾ RCB ഫാൻസിന് ഇപ്പോൾ റൊണാൾഡോ ഫാൻസ് പറയണ പോലെ പറയും വിരാട് കോഹ്ലിയാണ് ഏറ്റവും ഭംഗിയുള്ള ക്രിക്കറ്റർ എന്നൊക്കെ പറഞ്ഞ് തട്ടിവിടാം. അതുപോലെയൊക്കെ അത് ആയിരിക്കും. അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി, ആ ഒരു ടീമിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്തോ കാരണവശാൽ. പണ്ടൊക്കെ പക്ഷെ അഹങ്കാരത്തിന്റെ പുറത്തെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ എന്തോ എല്ലാവർക്കും വേറെ ടീം സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് ഒരു കപ്പ് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു തോന്നുന്നു. അത്രയ്ക്കായി പോയി. മീൻസ് അവരുടെ ഫാൻസിന്റെ ഒരു അവസ്ഥയും ടീമിന്റെ അവസ്ഥയും പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയുടെ ഒരു അവസ്ഥയും കൂടി ആയിട്ട് നമുക്ക് വിരാട് കോഹ്ലി വിരാട് കോഹ്ലി അവിടെ ഇങ്ങനെ ഒരു കപ്പുമില്ല ഒന്നുമില്ലാതെ ലൈക്ക് ഒരു മൊത്തത്തിൽ ഇപ്പോഴത്തെ ജനറേഷനിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് പ്ലെയർ എന്ന് പറയാവുന്ന, മീൻസ് മുമ്പൊക്കെ നമുക്കൊരു ചെറിയൊരു പുച്ഛം ദേഷ്യമൊക്കെ ഇപ്പൊ പക്ഷെ മൊത്തത്തിൽ മാറി, ആൾക്കാർ മാറുന്നുള്ള ഇതാണ്. ആൾക്കാർ ക്യാപ്റ്റൻസി പറ്റണ്ടായില്ല സത്യം പറഞ്ഞ. അതായത് പുള്ളി, എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, പുള്ളി ക്യാപ്റ്റൻ എന്നുള്ള ഇതിലേക്ക് വന്നപ്പോ ആൾക്കൊരു ഹെഡ് വെയിറ്റ് കുറച്ച് ഭയങ്കരമായിട്ട് കൂടി. അതും പിന്നെ പ്രത്യേകിച്ച് പിന്നെ ആളുടെ മാരേജ് എല്ലാ സംഭവങ്ങളും ഒരുമിച്ച് വന്നു. അപ്പൊ ആൾക്ക് ഒരു സമയം, അതായത് ഇത്ര നാൾ ഇന്ത്യൻ ടീമിൽ ഇത്ര സക്സസ്ഫുൾ ഒരു പ്ലെയർ ഇല്ല എന്നുള്ള രീതിയിലെത്തി. അതായത് കപ്പ് മാത്രമേ ആണ് പറഞ്ഞിട്ടുള്ള ഇല്ല എന്നുള്ളൊരു സംഭവം വന്നിട്ടുള്ളൂ. റൺസിന്റെ ഇതിലായാലും പുള്ളിയുടെ ബാറ്റിംഗ് സ്റ്റൈലായാലും എല്ലാവരും വാഴ്ത്തിപ്പാടി തുടങ്ങി ഇങ്ങനൊരു ആളിനെ. ചെറുപ്പകാലം തൊട്ട് ആള് ഇറങ്ങി വന്നപ്പോ തൊട്ട്, അതായത് പുള്ളിക്കാരൻ. പിന്നെ RCBയുടെ കാര്യത്തിൽ വരുമ്പോ ഇത് വേറൊരു പ്ലെയറും ഇല്ല ഇതുവരെയായിട്ട് ലീഗ് മാറാണ്ട് കളിച്ച, അതായത് ടീം മാറാണ്ട് കളിച്ചത്. അത് അവരുടെ ഒരു വിശ്വസ്തതയാണ്. ഇത്രയ്ക്ക് ഇപ്പൊ ഫാൻ ബേസും ഫാൻ ഫോളോയിങ് ഉള്ള ഒരാളെ വിട്ടുകൊടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ ഒരു ട്രസ്റ്റ്, മീൻസ് മാനേജ്മെന്റിന് ആളുകളുടെ ട്രസ്റ്റ്, കാരണം ചില സീസൺ ഇത്രയും കാശ് കൂടുതൽ ചോദിച്ചാൽ അവർ വിടാവുന്നുണ്ട്. പക്ഷെ ആളുടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. മീൻസ് അവർക്ക് RCBക്ക് ഒരു കപ്പ് മേടിച്ച് കൊടുക്കാതെ പോവില്ല എന്നുള്ളൊരു മൈൻഡാ. പിന്നെ എത്ര ടോപ്പ് സ്കോർ, മിക്ക സീസണിൽ RCB ടോപ്പ് സ്കോറിംഗ് ബാറ്റ്സ്മാൻ ആണ്. മീൻസ് ഒരു സീസൺ ഓർമ്മയുണ്ടോ, 975 റൺസ് അങ്ങോട്ട് അടിച്ചത് ഏറ്റവും IPL ഹിസ്റ്ററിയിൽ തന്നെ 16 കണ്ട് ഏറ്റവും ഹയസ്റ്റ് സ്കോർ, 5 സെഞ്ചുറി അങ്ങാണ്ട് അടിച്ച കൊല്ലം. അത്രയ്ക്ക് പവർഫുൾ പ്ലെയർ ആണ്. പക്ഷെ എന്നാലും RCBക്ക് ഇപ്രാവശ്യം ഒരു കപ്പ് കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ IPL തുടങ്ങുമ്പോ തന്നെ എല്ലാവരും പ്രാർത്ഥന, ഇപ്പൊ ആദ്യത്തെ ഒരു സംഭവം സ്വന്തം ടീമിന് കപ്പിട്ടിട്ടാണെങ്കിലും രണ്ടാമത്തെ ഒരു പ്രാർത്ഥന എപ്പോഴും RCBക്ക് വരണം എന്നുള്ളൊരു സംഭവമാണ്.